ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം യൂട്യൂബ് ചാനലിൽ മാത്രം ഒതുക്കാൻ നീക്കം. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായും വിമർശനങ്ങൾ. അതേസമയം MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം MS സൊല്യൂഷൻ മാത്രം ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപമാണ് ശക്തമായത്. 10ാം ക്ലാസ്സിലെയും +1ലെയും ചോദ്യങ്ങൾ പ്രവചനം എന്ന രീതിയിൽ ചാനൽ അവതരിപ്പിച്ചത് ചോദ്യപേപ്പർ മുൻകൂട്ടി ലഭിച്ചതുകൊണ്ടാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ 6 അംഗ സംഘം നടത്തിയ അന്വേഷണത്തിലും ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. വിരമിച്ച അധ്യാപകൻ വഴിയാണ് ചാനലിന് ചോദ്യപേപ്പർ ലഭിച്ചതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുമ്പോഴും ലഭിച്ചത് എവിടെ നിന്ന് എന്ന ചോദ്യത്തിൽ അന്വേഷണം ഇഴയുകയാണ്. ചോദ്യപേപ്പർ സ്കൂളുകളിലേക്ക് വിതരണത്തിന് തയ്യാറാക്കുന്ന ഘട്ടത്തിലാണ് ചോർച്ച ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടില്ല. കോഴിക്കോട് DD, താമരശ്ശേരി DO, കൊടുവള്ളി AEO എന്നിവരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും വിമർശനം. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം ഉണ്ടായിട്ടും സ്വന്തക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം. ജനം, കോഴിക്കോട്.